ഒരു യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകൻ ഈ സമരങ്ങളെ നേരിടുന്നു, പ്രതിഷേധങ്ങളെ നേരിടുന്നു, അല്ലെങ്കിൽ പ്രതിരോധങ്ങളെ നേരിടുന്നു. നമുക്കുണ്ടാവുന്ന കേസുകൾ ഇന്ന് ജില്ലാ പ്രസിഡന്റായിരുന്നിട്ട് 34 കേസുകളാണ്. ഇന്നും ഒരു കേസ് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഈ 34 കേസുകൾക്ക് മിനിമം 1000 രൂപ വെച്ച് കൂട്ടിയാൽ പോലും 34,000 രൂപ നമ്മൾ അടക്കണം. ഈ 34,000 രൂപ അടക്കുന്ന ഏതെങ്കിലും ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവ്, ഞാൻ എല്ലാവരെയും അടക്കം പറഞ്ഞൊരു വിദ്വേഷത്തിന്റെ പേരിൽ പറഞ്ഞതല്ല, എനിക്ക് ആരോടും വിദ്വേഷമില്ല, എല്ലാവരും നമ്മുടെ നേതാക്കളാണ്. പക്ഷേ അടക്കം പറയുമ്പോൾ ഈ കേസുകൾ തീർക്കാൻ, ഒരു കേസ് തീർക്കാൻ ഇന്ന് നിന്റെ ഈ പൈസ കാണുന്നല്ലോ, ഒരു 1000 രൂപ അല്ലെങ്കിൽ ഒരു 500 രൂപ നീ വെച്ചോളൂ എന്ന് പറയുന്ന എത്ര ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്? ഒരാൾ പോലും ഇത് ഇത്രയും നാളായിട്ട് പറഞ്ഞിട്ടില്ല. ഇത് കാലാകാലങ്ങളായി നടക്കുന്നതാണ്. അതൊന്നും ഞാൻ വിശദമായി വിമർശിക്കുകയല്ല. പക്ഷേ എത്ര നേതാക്കൾ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്? ഈ കേസുകൾ, സമരങ്ങൾ, ബാക്കിയുള്ള ആളുകൾ, ഇവിടെ ഈ ഡയസിൽ ഇത്ര നേതാക്കൾ ഉണ്ടായിരുന്നത്, രാവിലെ മുതൽ ഒരുപാട് നേതാക്കൾ ഉണ്ടായിരുന്നു. ഞാൻ ആരെയും വിദ്വേഷത്തിന്റെ പുറത്ത് പറഞ്ഞത്, ഒരു കൈ ചൂണ്ടി അപ്പുറത്തെ അറ്റം വരെ ചെന്നാൽ അതിനകത്ത് എത്ര നേതാക്കളുടെ മക്കൾ ഇന്ന് യൂത്ത് കോൺഗ്രസിനോട് നമ്മളൊന്ന് ആലോചിക്കണം. നമ്മൾ യൂത്ത് കോൺഗ്രസിന്റെ ഇന്നത്തെ ഭാരവാഹികൾ സമരങ്ങൾ നടത്തിക്കോട്ടെ, പ്രതിഷേധങ്ങൾ നടത്തിക്കോട്ടെ, കേസുകളായിക്കോട്ടെ, ഈ കോടതിയിൽ പോയി രാവിലെ 10 മണി മുതൽ, ഇവരെല്ലാം യൂത്ത് കോൺഗ്രസ് KSU കാരങ്ങളിലൂടെ വളർന്നു വന്നവരാണെന്ന് എനിക്ക് നമുക്ക് എല്ലാവർക്കും നല്ലപോലെ അറിയാം. പക്ഷേ ഈ പറയുന്ന എത്ര നേതാക്കളുടെ മക്കൾ യൂത്ത് കോൺഗ്രസിലുണ്ട്, KSUവിലുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം ആലോചിക്കണം. അപ്പൊ നമ്മളൊക്കെ പോയി സമരങ്ങൾ നടത്തി, അടിയുണ്ടാക്കി, ബാക്കിയുള്ള 10 മണി മുതൽ കോടതി തിണ്ണയൊക്കെ നിരങ്ങി അവിടെ കേസുകൾ തീർത്ത് പൈസ ഇല്ലാതെ ബാക്കിയുള്ള എത്രയോ സഹകരണ സ്ഥാപനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും ഓരോ സഹകരണ സ്ഥാപനത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന ആളുകളൊക്കെയാണ്. ആ സഹകരണ സ്ഥാപനങ്ങളുടെ നിയമനം വരുമ്പോൾ എത്ര യൂത്ത് കോൺഗ്രസുകാരെയും KSUക്കാരെയും പരിഗണിക്കുന്നതുകൊണ്ടുകൂടി നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും യൂത്ത് കോൺഗ്രസുകാർക്കുണ്ട്. എല്ലാവരെയും ഈ പറയുന്ന പല ആളുകളും പറഞ്ഞല്ലോ, മണ്ഡല പ്രസിഡന്റുമാരില്ല, എല്ലാ മണ്ഡല പ്രസിഡന്റുമാരും വന്ന് പറഞ്ഞു. എത്ര ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എത്ര KPCCയുടെ യൂത്ത് കോൺഗ്രസ് 64 മണ്ഡലങ്ങളാണുള്ളത്. ഈ 64 മണ്ഡലങ്ങളിലും ഓരോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ DCCയുടെ മുതിർന്ന നേതാക്കളൊക്കെ ആ മണ്ഡലങ്ങളിലുള്ള ആളുകളാണ്. അവർ ഈ മണ്ഡല പ്രസിഡന്റിനോട് ഒരു ദിവസം ഒന്ന് ചോദിക്കട്ടെ, നിനക്ക് എന്താണ് ഇന്ന് സഹായം വേണ്ടത് എന്നുള്ളത് ആരും ഇതുവരെയും ചോദിച്ചതായി എനിക്കറിയില്ല. എല്ലാവരെയും അല്ല, ഭൂരിഭാഗം ആളുകൾ ചോദിച്ചതായി എനിക്കറിയില്ല. അപ്പൊ KSUക്കാരെ, കേരള വിദ്യാർത്ഥി യൂണിയനെയും യൂത്ത് കോൺഗ്രസിനെയും ഒക്കെ വിമർശിക്കുന്നതിന് മുൻപായിട്ട് ആത്മപരിശോധന നടത്തി നോക്കി എത്ര യൂത്ത് കോൺഗ്രസുകാർക്ക്, എത്ര കേരള വിദ്യാർത്ഥി യൂണിയന്റെ ഈ പ്രവർത്തകർക്ക് നമ്മൾ മുന്നിട്ടിറങ്ങി സഹകരണം നൽകുന്നുണ്ട് എന്നുകൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഈ പ്രവർത്തകരും നേതാക്കളും ഒക്കെ ഒന്നുകൂടി അറിയണമെന്ന് ഞാൻ വിനീതമായി നിങ്ങളോട് പറയുകയാണ്. അല്ലാതെ ഈ പറയുന്നത് പോലെ യൂത്ത് കോൺഗ്രസ് അങ്ങേയറ്റം പരിതാപകരമായി നിൽക്കുന്ന സംവിധാനമാണ്. നമ്മൾ ധാരാളം സമരങ്ങൾ നടത്തിയിട്ടുണ്ട്, പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട്, പ്രതിരോധങ്ങൾ നടത്തിയിട്ടുണ്ട്, സേവനങ്ങൾ നടത്തിയിട്ടുണ്ട്, ഇതെല്ലാം നടന്നു പോകുന്നു. പിന്നെ കാലം മാറിയതോടൊപ്പം രാഷ്ട്രീയവും ചരിത്രവും ഒക്കെ മാറി. പണ്ട് നിങ്ങളൊക്കെ നിന്നിരുന്ന ഈ സമയത്ത് ഒന്ന് കൈകൊട്ടി വിളിച്ചാൽ 150, 200, 250 യൂത്ത് കോൺഗ്രസ് കൂടുന്ന ഒരു ചരിത്രമല്ല അന്ന് ചരിത്രമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആ കാലമല്ല. നമസ്കാരം. പത്തനംതിട്ട ആറന്മുളയിൽ ഈ അടുത്ത ഇടെ കോൺഗ്രസിന്റെ ഒരു നേതൃസംഗമം നടക്കുകയുണ്ടായി. ഈ നേതൃസംഗമത്തിൽ വെച്ച് കേരളത്തിലെ തലമുതിർന്ന കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും തന്നെ പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസ്സുകാരെ അധിക്ഷേപിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. യൂത്ത് കോൺഗ്രസ്സുകാർ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് അടിവേരുണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെ തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് അവർ സംഗമവേദിയിൽ ഉയർത്തിയത്. എന്നാൽ ഇതിനെതിരെ പത്തനംതിട്ടയിലെ ആറന്മുളയിൽ ഓമല്ലൂരിൽ താമസിക്കുന്ന വിജയ് ഇന്ദുചൂടൻ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് രംഗത്ത് വരികയുണ്ടായി. മുതിർന്ന നേതാക്കളെല്ലാം സംസാരിച്ചതിന് ശേഷം തനിക്കും ഈ വേദിയിൽ വെച്ച് സംസാരിക്കാൻ ഒരു അവസരം തരണം എന്ന് തന്നെയാണ് വിജയ് ഇന്ദുചൂടൻ പറഞ്ഞത്. വിജയ് ഇന്ദുചൂടനെ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പത്തനംതിട്ട ആറന്മുളയിൽ നേരത്തെ ഉണ്ടായിരുന്ന തലമുതിർന്ന കോൺഗ്രസ്സുകാരിൽ ഒരാളായിരുന്നു ഇന്ദുചൂടൻ. നന്നായി സംസാരിക്കുവാനും നന്നായി കാര്യങ്ങളോട് പ്രതികരിക്കാനും സാധിച്ചിരുന്ന, എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി ജനങ്ങളുമായി ഇടപെട്ടിരുന്ന നേതാവ് തന്നെയായിരുന്നു ഇന്ദുചൂടൻ. MLAയോ MP യോ മന്ത്രിയെല്ലാമോ ആകും എന്ന് കരുതിയിരുന്ന ആറന്മുളയിലെ കരുത്തുറ്റ നേതാവായിരുന്ന ഇന്ദുചൂടനെ പക്ഷേ പോലീസിന്റെ അതിക്രൂരമായ മർദ്ദനത്തിനിരയായി പിന്നീട് രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നും മാറി നിൽക്കേണ്ടതായ ഒരവസ്ഥയുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലോ അല്ലെങ്കിൽ മറ്റ് തെരഞ്ഞെടുപ്പുകളിലോ മത്സരിക്കാൻ സാധിച്ചില്ല. ആകെ കൂടി മത്സരിച്ചത് ജില്ലാ പഞ്ചായത്തിലേക്ക് മാത്രമാണ്. അവിടെ അദ്ദേഹം പരാജയപ്പെടുകയും ചെയ്തു. പിൽക്കാലത്ത് അദ്ദേഹം രോഗബാധിതനായി മരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ആ ഇന്ദുചൂടന്റെ മകനാണ് വിജയ് ഇന്ദുചൂടൻ. അച്ഛൻ്റെ പ്രസരിപ്പോടും പ്രസംഗ വായ്പോടും കൂടി ആറന്മുളയിലെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വം ഏറ്റെടുത്ത ഇന്ദുചൂടൻ
കേരളത്തിൽ യൂത്ത് കോൺഗ്രസ്സുകാർ കൃത്യമായി പ്രതികരിക്കുന്നില്ല എന്ന നേതാക്കളുടെ വിമർശനങ്ങളോട് കൃത്യമായി തന്നെ പ്രതികരിക്കുകയായിരുന്നു. ആറന്മുളയിലെ യൂത്ത് നേതൃത്വം ഇങ്ങനെയല്ല, അങ്ങനെയാണെങ്കിൽ തന്നെ എന്തുകൊണ്ടാണ് യൂത്ത് നേതൃത്വം ഇങ്ങനെയായത് എന്ന് നിങ്ങൾക്കറിയാമോ? യൂത്ത് കോൺഗ്രസ്സുകാർ ഏത് തരത്തിലാണ് കാര്യങ്ങളെ നേരിടുന്നത് എന്ന് ഏതെങ്കിലും തലമുതിർന്ന നേതാവിന് അറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് 2-3 ചോദ്യങ്ങളാണ് വിജയ് ഇന്ദുചൂഡൻ മുതിർന്ന നേതാക്കളോട് ചോദിച്ചത്. നിങ്ങളുടെ ആരുടെയെങ്കിലും മക്കൾ യൂത്ത് കോൺഗ്രസിലോ KSUവിലോ പ്രവർത്തിക്കുന്നുണ്ടോ എന്നാണ് ആദ്യം തന്നെ നേതാക്കളോട് ഇന്ദുചൂഡൻ ചോദിച്ചത്. വിജയ് ഇന്ദുചൂഡന്റെ ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ തലമുതിർന്ന നേതാക്കൾ അടിപതറി വീഴുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. കാരണം തലമുതിർന്ന നേതാക്കളുടെ മക്കളാരും തന്നെ KSUവിലോ യൂത്ത് കോൺഗ്രസിലോ പ്രവർത്തിച്ച പരിചയമില്ല. എന്നാൽ MLAയോ മന്ത്രിയോ ഒക്കെ ആകേണ്ട ഒരു അവസരം വരുമ്പോൾ, നിയമസഭാ തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ നേതാക്കന്മാരുടെ മക്കൾ മത്സര രംഗത്തേക്ക് വരുന്നത് കാണാൻ സാധിക്കും. KSUവിലോ യൂത്ത് കോൺഗ്രസിലോ ഒന്നും പ്രവർത്തിച്ച പരിചയമില്ലാത്ത ഇത്തരം ആളുകളെ നിയമസഭയിലേക്കോ അല്ലെങ്കിൽ പാർലമെന്റിലേക്കോ എല്ലാം നിർത്തി തെരഞ്ഞെടുക്കുന്ന രീതി തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നുകൂടി വിജയ് ഇന്ദുചൂഡൻ പറയാതെ പറയുകയായിരുന്നു. വേദിയിലിരുന്ന കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാക്കളുടെ എല്ലാം മുഖമടച്ച് അടി കൊടുക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു വിജയ് ഇന്ദുചൂഡന്റെ ഈ പ്രസംഗം. പിന്നീട് ഇന്ദുചൂഡൻ പറഞ്ഞത് എങ്ങനെയാണ്? എനിക്ക് ഏതാണ്ട് 144-ലധികം കേസുകളുണ്ട്, എല്ലാം രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഫലമായി ഉണ്ടായതാണ്. അതിൽ ഒന്നുപോലും കളവ് കേസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്രിമിനൽ കുറ്റകൃത്യങ്ങളിലോ ഒന്നും ഞാൻ പെട്ടിട്ടില്ല. സ്വന്തമായി എനിക്ക് മറ്റ് കേസുകളൊന്നുമില്ല, രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പേരിൽ ഉണ്ടായ കേസുകളാണ്. ഈ കേസ് നടത്തുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ കയ്യിലെ പണം ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. എനിക്ക് ഇങ്ങനെ കേസ് നടത്തുവാൻ വേണ്ടി ഏതെങ്കിലും തലമുതിർന്ന നേതാവ് എപ്പോഴെങ്കിലും ഒരു 1000 രൂപ നൽകി എന്നെ സഹായിച്ചിട്ടുണ്ടോ എന്ന് തന്നെയാണ് ഇന്ദുചൂഡൻ തലമുതിർന്ന നേതാക്കളുടെ മുഖത്ത് നോക്കി ചോദിച്ചത്. ഇന്ദുചൂഡന്റെ, അതായത് വിജയ് ഇന്ദുചൂഡന്റെ ഈ ചോദ്യം കേട്ട് നേതാക്കളെല്ലാം തലകുനിച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇതുപോലെ സ്വന്തമായി പ്രതിസന്ധികൾ ഉണ്ടാകുന്ന എല്ലാ യൂത്ത് കോൺഗ്രസ് നേതാക്കളും ഇത്തരം കാര്യങ്ങൾ പരിഹരിക്കുന്നതിനിടയിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പറയുന്ന തരത്തിൽ സംഘടനയ്ക്ക് കരുത്തുറ്റ ഒരു അടിത്തറ ഉണ്ടാക്കി കൊടുക്കുന്നത്? ഇത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നാണ് വിജയ് ഇന്ദുചൂഡൻ കോൺഗ്രസിന്റെ നേതാക്കളുടെ മുഖത്ത് നോക്കി ആഞ്ഞടിച്ചുകൊണ്ട് തന്നെ സംസാരിച്ചത്. അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിന്റെ തലമുതിർന്ന നേതൃത്വങ്ങളെല്ലാം തന്നെ പത്തനംതിട്ടയിൽ ആറന്മുളയിൽ നടന്ന നേതൃസംഗമ വേദിയിൽ തലകറങ്ങി വീഴുന്ന അല്ലെങ്കിൽ മുന്നിയടിച്ച് വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ കഴിഞ്ഞത്. ഇതിലൂടെ തന്നെ മറ്റൊരു കാര്യം കൂടി വ്യക്തമാകുന്നു. പത്തനംതിട്ട സ്വദേശിയായ ആറന്മുള സ്വദേശിയായ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിൻഗാമിയായി വിജയ് ഇന്ദുചൂഡൻ എന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് ഉയർത്തെഴുന്നേൽക്കപ്പെടുന്നു, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ആ നിലയിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആറന്മുളയിലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കും എന്ന് തന്നെയായിരുന്നു ആറന്മുളയിലെയും കേരളത്തിലുമുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെയും മറ്റ് കോൺഗ്രസ് നേതാക്കളുടെയും എല്ലാം താല്പര്യവും പ്രതീക്ഷയും അത് തന്നെയായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടി വന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മത്സരിക്കുകയും പാലക്കാട് നിന്ന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കുകയും ചെയ്തതോടുകൂടി ആറന്മുളയിൽ ഇനി ആരാണ് മത്സരിക്കുക എന്നുള്ളൊരു ചോദ്യം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉടലെടുത്തു വരികയായിരുന്നു. ഇവിടെയാണ് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവും അനുഷേധ്യ നേതാവുമായ KC വേണുഗോപാലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പഴകുളം മധുവിന് ചില താല്പര്യങ്ങൾ ഉണ്ടാകുന്നതും പഴകുളം മധു ആയിരിക്കും അവിടെ മത്സരിക്കുക എന്നുള്ള രീതിയിലുള്ള കിംവദന്തികൾ പരക്കുന്നതും. എന്നാൽ രമേശ് ചെന്നിത്തലയുടെ അടുത്ത ആള് എന്ന് പറയപ്പെടുന്ന അബിൻ വർക്കി, യാക്കോബായ സഭയ്ക്ക് കൂടുതൽ മുൻതൂക്കമുള്ള ആറന്മുളയിൽ അബിൻ വർക്കിയെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് രമേശ് ചെന്നിത്തലയോട് അടുപ്പമുള്ള ആളുകളും ചില പിറുപിറുക്കലുകൾ നടക്കുമ്പോൾ ആരായിരിക്കണം ഇനി ആറന്മുളയിൽ മത്സരിക്കേണ്ടത് എന്ന ഒരു സങ്കീർണാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു കാര്യം മറനീക്കി പുറത്തു വന്നിരിക്കുന്നു, വ്യക്തമായിരിക്കുന്നു. വിജയ് ഇന്ദുചൂഡനെ പോലുള്ള ഒരു നേതാവിനെയാണ് ആറന്മുളയിൽ പത്തനംതിട്ടയിൽ ഇനി ആവശ്യം. കാര്യങ്ങൾ സ്വന്തം നേതാക്കളോട് പോലും മുഖത്ത് നോക്കി കൃത്യമായി ആർജവത്തോടു കൂടി നട്ടല്ലുയർത്തി നിന്ന് സംസാരിക്കുന്ന ജനപ്രതിനിധികളെയാണ് ജനത്തിന് ആവശ്യം എന്ന് തന്നെയാണ് വിജയ് ഇന്ദുചൂഡന്റെ ഈ പെരുമാറ്റത്തിലൂടെ ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ട് കോൺഗ്രസിന്റെയും ഇന്ത്യയിലെയും നേതൃനിരയിലേക്ക് ഉയർത്തി വയ്ക്കാൻ പോകുന്ന നിരയിൽ തന്നെയുള്ള ഒരു ആർജവവും പാഠവും തന്നെയാണ് വിജയ് ഇന്ദുചൂഡൻ പ്രകടിപ്പിച്ചിരിക്കുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറന്മുളയിൽ നിന്നും വിജയ് ഇന്ദുചൂഡനെ മത്സരിപ്പിക്കണം എന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസിനകത്തു നിന്നും ഇപ്പോൾ ഉയരുന്ന മുറവിളികൾ. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു പിൻഗാമി ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് ആറന്മുളയിൽ നിന്നും ഇപ്പോൾ ഉയരുന്ന വർത്തമാനങ്ങൾ അത്രയും. ഇനി എന്താണ് ഇക്കാര്യത്തിൽ സംഭവിക്കുക? കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരുകളും വടംവലികൾക്കും ഇടയിൽപ്പെട്ട് വിജയ് ഇന്ദുചൂഡനും തന്റെ അച്ഛൻ ഇന്ദുചൂഡനെ പോലെ തിരസ്കരിക്കപ്പെടുമോ അല്ലെങ്കിൽ രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളിലേക്ക് പുറന്തള്ളപ്പെടുമോ എന്നുള്ളതെല്ലാം കണ്ടറിയാം. എന്തായാലും വിജയ് ഇന്ദുചൂഡനെ പോലുള്ള നട്ടലുള്ള ആർജവമുള്ള
ലോക പരിജ്ഞാനമുള്ള ദീർഘവീക്ഷണമുള്ള കുട്ടികൾ തന്നെയാണ് ഇനി കോൺഗ്രസിന് നയിക്കേണ്ടത് എന്ന് ആറന്മുളക്കാർ പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കണ്ട അതേ ഒരു ശൗര്യവും വീര്യവും ഉള്ള നേതാവിനെ തന്നെയാണ് ഇപ്പോൾ വിജയ് ഇന്ദുചൂടനിൽ ആറന്മുളക്കാർ കാണുന്നത്. പത്തനംതിട്ടയുടെ അടുത്ത നേതാവായി തന്നെ യൂത്ത് കോൺഗ്രസിന്റെ വക്താവായ വിജയ് ഇന്ദുചൂടനെ തന്നെയാണ് ആറന്മുളക്കാർ എടുത്തുയർത്തി കാണിക്കുന്നത്. വരുംകാല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറന്മുളയിൽ നിന്നും ഇന്ദുചൂടൻ മത്സരിക്കുമോ, വിജയ് ഇന്ദുചൂടൻ MLA ആയിത്തീരുമോ എന്നുള്ളതെല്ലാം ഇനി നമുക്ക് വരും കാലങ്ങളിൽ കണ്ടറിയാം. കാത്തിരിക്കുക. ഒരു യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകൻ ഈ സമരങ്ങളെ നേരിടുന്നു, പ്രതിഷേധങ്ങളെ നേരിടുന്നു, അല്ലെങ്കിൽ പ്രതിരോധങ്ങളെ നേരിടുന്നു. നമുക്കുണ്ടാവുന്ന കേസുകൾ ഇന്ന് ജില്ലാ പ്രസിഡന്റായിരുന്നിട്ട് 34 കേസുകളാണ്. ഇന്നും ഒരു കേസ് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഈ 34 കേസുകൾക്ക് മിനിമം 1000 രൂപ വെച്ച് കൂട്ടിയാൽ പോലും 34,000 രൂപ നമ്മൾ അടക്കണം. ഈ 34,000 രൂപ അടക്കുന്ന ഏതെങ്കിലും ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവ്, ഞാൻ എല്ലാവരെയും അടക്കം പറഞ്ഞൊരു വിദ്വേഷത്തിന്റെ പേരിൽ പറഞ്ഞതല്ല, എനിക്ക് ആരോടും വിദ്വേഷമില്ല, എല്ലാവരും നമ്മുടെ നേതാക്കളാണ്. പക്ഷേ അടക്കം പറയുമ്പോൾ ഈ കേസുകൾ തീർക്കാൻ, ഒരു കേസ് തീർക്കാൻ ഇന്ന് അതിന്റെ ഈ പൈസ കാണുന്നില്ല, ഒരു 1000 രൂപ അല്ലെങ്കിൽ ഒരു 500 രൂപ നീ വെച്ചോളൂ എന്ന് പറയുന്ന എത്ര ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്? ഒരാൾ പോലും ഇത് ഇത്രയും നാളായിട്ട് പറഞ്ഞിട്ടില്ല. ഇത് കാലാകാലങ്ങളായി നടക്കുന്നതാണ്, അതൊന്നും ഞാൻ വിശദമായി വിമർശിക്കുകയല്ല. പക്ഷേ എത്ര നേതാക്കൾ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്? ഈ കേസുകൾ, സമരങ്ങൾ, ബാക്കിയുള്ള ആളുകൾ, ഇവിടെ ഈ ഡയസിൽ ഇത്ര നേതാക്കൾ ഉണ്ടായിരുന്നുണ്ട്. രാവിലെ മുതൽ ഒരുപാട് നേതാക്കൾ ഉണ്ടായിരുന്നു. ഞാൻ ആരെയും വിദ്വേഷത്തിന്റെ പുറത്ത് പറഞ്ഞത്, ഒരു കൈ ചൂണ്ടി അപ്പുറത്തെ അറ്റം വരെ ചെന്നാൽ അതിനകത്ത് എത്ര നേതാക്കളുടെ മക്കൾ ഇന്ന് യൂത്ത് കോൺഗ്രസിനോട് നമ്മളൊന്ന് ആലോചിക്കണം. നമ്മൾ യൂത്ത് കോൺഗ്രസിന്റെ ഇന്നത്തെ ഭാരവാഹികൾ സമരങ്ങൾ നടത്തിക്കോട്ടെ, പ്രതിഷേധങ്ങൾ നടത്തിക്കോട്ടെ, കേസുകളായിക്കോട്ടെ, ഈ കോടതിയിൽ പോയി രാവിലെ 10 മണി മുതൽ ഇവരെല്ലാം യൂത്ത് കോൺഗ്രസ് KSU കാരങ്ങളിലൂടെ വളർന്നു വന്നവരാണെന്ന് എനിക്ക് നമുക്ക് എല്ലാവർക്കും നല്ലപോലെ അറിയാം. പക്ഷേ ഈ പറയുന്ന എത്ര നേതാക്കളുടെ മക്കൾ യൂത്ത് കോൺഗ്രസിലുണ്ട്, KSUവിലുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം ആലോചിക്കണം. അപ്പൊ നമ്മളൊക്കെ പോയി സമരങ്ങൾ നടത്തി, അടിയുണ്ടാക്കി, ബാക്കിയുള്ള 10 മണി മുതൽ കോടതി തിണ്ണയൊക്കെ നിരങ്ങി അവിടെ കേസുകൾ തീർത്ത് പൈസ ഇല്ലാതെ ബാക്കിയുള്ള എത്രയോ സഹകരണ സ്ഥാപനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും ഓരോ സഹകരണ സ്ഥാപനത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന ആളുകളൊക്കെയാണ്. ആ സഹകരണ സ്ഥാപനങ്ങളുടെ നിയമനം വരുമ്പോൾ എത്ര യൂത്ത് കോൺഗ്രസുകാരെയും KSUക്കാരെയും പരിഗണിക്കുന്നതുകൊണ്ടുകൂടി നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും യൂത്ത് കോൺഗ്രസുകാർക്കുണ്ട്. എല്ലാവരെയും ഈ പറയുന്ന പല ആളുകളും പറഞ്ഞല്ലോ, മണ്ഡല പ്രസിഡന്റുമാരില്ല, എല്ലാ മണ്ഡല പ്രസിഡന്റുമാരും അത് പറഞ്ഞു. എത്ര ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എത്ര KPCCയുടെ യൂത്ത് കോൺഗ്രസ് 64 മണ്ഡലങ്ങളാണുള്ളത്. ഈ 64 മണ്ഡലങ്ങളിലും ഓരോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ DCCയുടെ മുതിർന്ന നേതാക്കളൊക്കെ ആ മണ്ഡലങ്ങളിലുള്ള ആളുകളാണ്. അവർ ഈ മണ്ഡലം പ്രസിഡന്റിനോട് ഒരു ദിവസം ഒന്ന് ചോദിക്കട്ടെ, നിനക്ക് എന്താണ് ഇന്ന് സഹായം വേണ്ടത് എന്നുള്ളത് ആരും ഇതുവരെയും ചോദിച്ചതായി എനിക്കറിയില്ല. എല്ലാവരെയും അല്ല, ഭൂരിഭാഗം ആളുകൾ ചോദിച്ചതായി എനിക്കറിയില്ല. അപ്പൊ KSUക്കാരെ, കേരള വിദ്യാർത്ഥി യൂണിയനെയും യൂത്ത് കോൺഗ്രസിനെയും ഒക്കെ വിമർശിക്കുന്നതിന് മുൻപായിട്ട് ആത്മപരിശോധന നടത്തി നോക്കി എത്ര യൂത്ത് കോൺഗ്രസുകാർക്ക്, എത്ര കേരള വിദ്യാർത്ഥി യൂണിയന്റെ ഈ പ്രവർത്തകർക്ക് നമ്മൾ മുന്നിട്ടിറങ്ങി സഹകരണം നൽകുന്നുണ്ട് എന്നുകൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഈ പ്രവർത്തകരും നേതാക്കളും ഒക്കെ ഒന്നുകൂടി അറിയണമെന്ന് ഞാൻ വിനീതമായി നിങ്ങളോട് പറയുകയാണ്. അല്ലാതെ ഈ പറയുന്നത് പോലെ യൂത്ത് കോൺഗ്രസ് അങ്ങേയറ്റം പരിതാപകരമായി നിൽക്കുന്ന സംവിധാനമാണ്. നമ്മൾ ധാരാളം സമരങ്ങൾ നടത്തിയിട്ടുണ്ട്, പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട്, പ്രതിരോധങ്ങൾ നടത്തിയിട്ടുണ്ട്, സേവനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം നടന്നു പോകുന്നു. പിന്നെ കാലം മാറിയതോടൊപ്പം രാഷ്ട്രീയവും ചരിത്രവും ഒക്കെ മാറി. പണ്ട് നിങ്ങളൊക്കെ നിന്നിരുന്ന ഈ സമയത്ത് ഒന്ന് കൈകൊട്ടി വിളിച്ചാൽ 150, 200, 250 യൂത്ത് കോൺഗ്രസ് കൂടുന്ന ഒരു ചരിത്രമല്ല അന്ന് ചരിത്രമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആ കാലമല്ല. നമ്മളുടെ ഈ ഭരണം കാരണം പല യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരും നേതാക്കളും ഒക്കെ ഈ നമ്മുടെ നാട് വിട്ടു പോകുന്നു. ഇന്നിവിടെ ഉള്ളത് പരിതാപകരമായിട്ടുള്ള യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കുവാൻ ഇന്ന് താല്പര്യമുള്ള, നമ്മൾ അങ്ങോട്ട് വിളിച്ച് ഫോഴ്സ് ചെയ്ത് ഒരു മണ്ഡല പ്രസിഡന്റിനെ ആക്കുന്നു, ജില്ലാ ഭാരവാഹിയെ ആക്കുന്ന പ്രവർത്തകരാണ്. അവരെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ സാർവത്രികമായിട്ടുള്ള പിന്തുണ